നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് നമുക്ക് തന്നിട്ടുള്ള സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മെഷർമെൻറ്റ്സ് രണ്ട് രീതിയിലാണ് പ്രധാനമായിട്ടും കാറ്റഗറൈസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഒന്ന്, പേഷ്യൻ്റ് സെൻട്രിക് ആയിട്ടുള്ള ഒരു കാറ്റഗറൈസേഷൻ അവർ തരുന്നുണ്ട്. ആദ്യത്തെ 5 ചാപ്റ്ററുകളിൽ നമ്മൾ കാണുന്നത് ഈ പേഷ്യൻ്റ് സെൻട്രിക് ആയിട്ടുള്ള കാറ്റഗറൈസേഷനാണ്. പിന്നീടുള്ള 5 ചാപ്റ്ററുകളിൽ നമ്മൾ കാണുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർഗനൈസേഷൻ സെൻട്രിക് ആയിട്ടുള്ള സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മെഷേഴ്സാണ്. AAC 9 എന്ന് പറഞ്ഞ ആദ്യത്തെ ചാപ്റ്ററിലെ 9ാമത്തെ സ്റ്റാൻഡേർഡ് നമ്മൾ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം ഉണ്ടാവണം ഇമേജിംഗ് സർവീസസിന് എന്നാണ് പറയുന്നത്. അതിൽ 11 ഒബ്ജക്റ്റീവ് എലമെൻ്റ് ചേർന്നിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡാണിത്. ഈ AAC എന്ന് പറഞ്ഞ ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ നമ്പർ ഓഫ് ഒബ്ജക്റ്റീവ് എലമെൻ്റ് ഉള്ള സ്റ്റാൻഡേർഡ് ഈ 9ാമത്തെ സ്റ്റാൻഡേർഡാണ്. 11 ഒബ്ജക്റ്റീവ് എലമെൻ്റ്. ഇതുപോലെ വലിയൊരു ഒബ്ജക്റ്റീവ് എലമെൻ്റ് നമ്മൾ ഇനി കാണുന്നത് കെയർ ഓഫ് പേഷ്യൻസ് COPയിലെ 10th സ്റ്റാൻഡേർഡിലാണ്. അവിടെയും ഇതുപോലെ 11 ഒബ്ജക്റ്റീവ് എലമെൻറ്റുകളുള്ള ഒരു സ്റ്റാൻഡേർഡ് വരുന്നുണ്ട്. സോ ഇത് പക്ഷേ ഈ 11 എണ്ണത്തെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി പോകാൻ പറ്റും. ഇത് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ആദ്യം നമ്മൾ ഈ വരെ കാണുന്നത് ക്വാളിറ്റി അഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നീട് F മുതൽ K വരെ കാണുന്നത് സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. ഇങ്ങനെ രണ്ടായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും ഇതിനെ. ആദ്യം നമ്മൾ ചിന്തിക്കുന്നത് നമുക്കൊരു ക്വാളിറ്റി പ്രോഗ്രാം ഉണ്ടാകണമെന്നും നമുക്കൊരു ടെസ്റ്റുകളുടെ അപ്രോപ്രിയേറ്റ്നെസ് ഇൻവെസ്റ്റിഗേഷൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഓരോ പ്രൊസീജിയറിനകത്തും ഒരു കൃത്യമായ മാനദണ്ഡം ഉറപ്പുവരുത്തിയിരിക്കണം. ഒരു സിസ്റ്റം അവിടെ ഉണ്ടാവണം. എന്തിനാണ്? അതിൻ്റെ ക്ലിനിക്കൽ ഇൻഡിക്കേഷൻസ് പ്രോപ്പറാക്കാനായിട്ട് നമുക്ക് ഒരു എക്സ്റ്റേണലോ ഇൻറ്റേർണലോ ആയിട്ടുള്ള പീരിയോഡിക്കൽ പിയർ റിവ്യൂ ഓഫ് ഇമേജിങ് ഉണ്ടാവണം. പിയർ റിവ്യൂ ഇൻറ്റേർണലാകാം എക്സ്റ്റേണലാകാം. അത്തരത്തിലൊരു സംവിധാനം ഉണ്ടാകണം. നമുക്കൊരു ക്ലിനിക്കോ റേഡിയോളജിക്കൽ മീറ്റിംഗ്സ് നടത്താൻ പറ്റണം. ഇതിൽ പ്രത്യേകത ശ്രദ്ധിക്കേണ്ടത് ഈ 11 എണ്ണത്തിൽ 8 എണ്ണമാണ് നമുക്ക് ബേസിക്കായിട്ട് വേണ്ടുന്നത്. 2 എണ്ണം അച്ചീവ്മെൻറ്റും 1 എണ്ണം എക്സലൻസും ആണ്. ഈ ക്ലിനിക്കൽ റേഡിയോളജി മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എക്സലൻസ് ആണ്. പക്ഷേ അത് നമ്മുടെ ഹോസ്പിറ്റലിൽ നടത്തുമെങ്കിൽ നല്ലതാണ്. റേഡിയോളജിസ്റ്റുമാരും റേഡിയോളജി ടെക്നീഷ്യൻസും നമ്മുടെ ഇതിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ള ഡോക്ടർമാരും കൂടിയിരുന്ന് റിപ്പോർട്ടിങ്ങിൻ്റെ ആക്യുറസിയെക്കുറിച്ചും വേണ്ടുന്ന മാറ്റങ്ങളെക്കുറിച്ചും ഡിസ്കസ് ചെയ്യുന്ന ഒരു മീറ്റിംഗ് അത്യാവശ്യമാണ്. അതിൽ കണ്ടെത്തുന്ന കാര്യങ്ങൾ വെച്ചിട്ട് കറക്റ്റീവ് ആൻഡ് പ്രിവെൻറ്റീവ് ആക്ഷൻസ് എടുക്കണമെന്നും അത് ഡോക്യുമെൻ്റ് ചെയ്യണമെന്നും ആണ്. അവിടെ കൊണ്ട് കഴിയുന്നു നമ്മളുടെ ആ ക്വാളിറ്റിയെക്കുറിച്ച്. പിന്നെ അങ്ങോട്ട് സേഫ്റ്റിയെക്കുറിച്ചാണ്. നമുക്കൊരു സേഫ്റ്റി പ്രോഗ്രാം ഉണ്ടാവണം. ആ സേഫ്റ്റി പ്രോഗ്രാം നമുക്ക് പേഷ്യൻറ്റിനെ അപ്രോപ്രിയേറ്റ് ആയിട്ട് സ്ക്രീൻ ചെയ്യാൻ കഴിയണം അവരുടെ റിസ്ക് ഫാക്ടർ വെച്ചിട്ട്. ഏതൊക്കെ ഇമേജിംഗ് സർവീസസ് ഈ പേഷ്യൻറ്റിന് റിസ്ക് ഇല്ലാത്തതാണ്, റിസ്ക് ഉള്ളതാണ് എന്ന് കൃത്യമായൊരു സ്ക്രീനിങ് പ്രോഗ്രാം നമുക്കിടെ ഉണ്ടാവണം. അതേ കണക്ക് തന്നെ റേഡിയേഷൻ സേഫ്റ്റിയെക്കുറിച്ചും മോണിറ്ററിങ്ങിനെക്കുറിച്ചും നമുക്ക് ബോധമുണ്ടാവണം. അതിനുള്ള ഡിവൈസസ് ഉണ്ടാവണം. നമുക്ക് ഷീൽഡുകൾ ഉപയോഗിക്കാൻ പറ്റണം, മോണിറ്ററിങ് ഡിവൈസുകൾ ഉപയോഗിക്കാൻ പറ്റണം. ആ മോണിറ്ററിങ് ഡിവൈസുകൾ പീരിയഡിക്കലി ചെക്ക് ചെയ്യണം. അത് ആ ഡിവൈസസ് ടെസ്റ്റ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് ഡോക്യുമെൻ്റ് ചെയ്യണം. അത്രയും കഴിഞ്ഞില്ല. നമുക്ക് ഈ ഒരു സേഫ്റ്റി മെഷേഴ്സിനെ കുറിച്ച് ഉള്ള അവയർനെസ്, ആ സേഫ്റ്റി മെഷേഴ്സിനെ കുറിച്ചുള്ള പ്രോഗ്രാമുകളിൽ കൂടെ അവർക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാവണം. അവിടെ വർക്ക് ചെയ്യുന്ന റേഡിയോളജി എംപ്ലോയീസ് ആയാലും അവരുടെ ആക്സിലറി എംപ്ലോയീസ് ആയാലും അവർക്ക് ഇതൊരു പ്രാക്ടീസ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാവണം.
ഇമേജിങ് സൈനേജസ് വേണ്ടുന്ന സ്ഥലത്തെല്ലാം കൊടുത്തിട്ടുണ്ടാവണം. ആൾക്കാരെ പബ്ലിക്കിനുള്ള അവയർനെസ് കൊടുക്കണം, ഇവിടെ റേഡിയേഷൻ പോസിബിലിറ്റി ഉള്ള സ്ഥലമാണെന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു 11 കാര്യങ്ങളായിട്ടാണ് നമ്മുടെ AAC9 ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. എല്ലാം ഒരൊറ്റ കാര്യം തന്നെയാണ്, രണ്ടായിട്ട് തിരിക്കാവുന്ന ക്വാളിറ്റി ആൻഡ് സേഫ്റ്റി. ആദ്യത്തെ 5 കാര്യങ്ങൾ നമ്മൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്നു. പിന്നീട് അങ്ങോട്ട് പേഷ്യൻ്റ് സേഫ്റ്റി, നമ്മുടെ എംപ്ലോയീസിൻ്റെ സേഫ്റ്റി, ഈ കാര്യങ്ങൾ എങ്ങനെയാണ് പ്രോമിനൻ്റായിട്ട് ചെയ്യേണ്ടതെന്ന് പറയുന്ന ഇതാണ്. ഡീറ്റെയിലായിട്ട് നമുക്കതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓക്കെ.